ഹലോ, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബേൽപൂരി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 2 ചെറിയ സവോള, ആവശ്യത്തിന് ഉപ്പ്, എരിവിന് അനുസരിച്ച് പച്ചമുളക്, പുളിയില്ലാത്ത ചെറിയ തക്കാളി, പിന്നെ ശർക്കരയും പുളിയും കൂടെ വാളംപുളിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പൊരി, മിക്സ്ചർ, എരിവില്ലാത്ത മിക്സ്ചറാണ് നല്ലത്. അങ്ങനെ എല്ലാം കൂടെ ഞാൻ കുഞ്ഞുകുഞ്ഞായിട്ട് അരിയുന്നുണ്ട്. സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ. മല്ലിയില ഓൾറെഡി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അധികം ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം പുളി, എരിവ്, അങ്ങനെ ഒരു ചെറിയ മധുരം, ഇപ്പോൾ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ ആണല്ലോ. ശർക്കരയും പുളിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഡിഷ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞൊരു റെസിപ്പിയാണ്. ഞാനും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഓൾറെഡി ഞാനിത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ അടുപ്പിലൊന്നും വെക്കണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. പൊരി ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു, മിക്സറും ഇട്ട് കൊടുത്തിട്ട് ഞാൻ പതിയെ ഇളക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കി എല്ലാം ഒന്ന് മിക്സായി തോന്നുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മുളക് പൊടി. അതൊരു എരിവിന് വേണ്ടി മാത്രമാണ് കേട്ടോ. കാരണം പച്ചമുളകിന് അങ്ങനെ എരിവ് പോരാൻ തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തു. വീണ്ടും ഞാൻ കുറച്ചുകൂടെ മിക്സറൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നന്നായിട്ട് കഴിയുമ്പോൾ ഞാൻ പുളിവെള്ളം പതിയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത വെള്ളം പതിയെ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഇളക്കി അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് ചിലവർ പോമിഗ്രാനൈറ്റ് ഇടുന്നവരുണ്ട്. പിന്നെ ഇതിൽ പുളിവെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ശർക്കരയും വാളംപുളിയും കൂടെ ചേർത്ത് നട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ മതി. വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേൽപൂരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അധികം താമസിക്കാതെ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ കൂടി നമുക്ക് അതൊന്നും പോകാണ്ട് തന്നെ